ബംഗളൂരുവിൽ ലഹരിമരുന്ന് വേട്ട 3 നിന്നായി 6.5 കോടിയുടെ ലഹരി വസ്തുക്കൾ പിടികൂടി. 9 മലയാളികളും ഒരു വിദേശ പൗരനും അറസ്റ്റിലായിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, ബംഗളൂരുവിൽ നിന്നാണ് കേരളത്തിലേക്ക് ഉൾപ്പെടെ ഈ ലഹരി വസ്തുക്കൾ എത്തുന്നത് എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് തന്നെ ലഹരിമരുന്ന് പിടികൂടിയിരിക്കുന്നു. എത്രത്തോളം ലഹരിമരുന്ന് പിടികൂടിയിട്ടുണ്ട്? ആരൊക്കെ പിടിയിലായിട്ടുണ്ട്? പ്രവിത, ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് നിലവിൽ 3 നടത്തിയ പരിശോധനയിൽ നിന്നും 6.5 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടികൂടിയിരിക്കുന്നത്. ഇത് 3 സംഭവങ്ങളാണ്. ഇതിലായി 9 മലയാളികളും ഒരു വിദേശ പൗരനുമാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. മലയാളിയുടെ കയ്യിൽ നിന്നും ഒരു ആദ്യത്തെ സംഭവത്തിൽ മലയാളിയുടെ കയ്യിൽ നിന്നും 3.5 കിലോഗ്രാം ഹൈഡ്രോഫോബിക് കഞ്ചാവും ഒപ്പം തന്നെ 2 കോടി രൂപയും പിടികൂടിയിട്ടുണ്ട്. ഇയാൾ കേരളത്തിലേക്ക് ലഹരിമരുന്ന് സ്ഥിരമായി കടത്തുന്നയാളാണ്. നേരത്തെ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പേരുവിവരങ്ങൾ നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. ഈ സംഘത്തിൽ മറ്റുള്ള ഒരു വലിയ സംഘത്തിൽപ്പെട്ടവരാണ് എന്ന് മാത്രമാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒപ്പം രണ്ടാമത്തെ സംഭവത്തിൽ 8 പേരടങ്ങുന്ന മലയാളി സംഘത്തിൽ നിന്നും 110 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ ഇത് കേരളത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്, ഒറ്റ ജില്ലയിൽ നിന്നുള്ളവരല്ല, പല ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഇത് കുട്ടികൾക്കടക്കം ലഹരി മരുന്ന് സ്ഥിരമായി എത്തിച്ചു നൽകുന്ന സംഘത്തിൽപ്പെട്ടവരാണ് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. പിന്നീട് ഒരു വിദേശ പൗരനിൽ നിന്നാണ് 4.5 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ഇത് പലതരത്തിലുള്ള ലഹരി വസ്തുക്കളാണ്. MDMA അടക്കമുള്ളവ കയ്യിലുണ്ടായിരുന്നു. ഇത് ഈ ലഹരി മരുന്നുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വീര്യമുള്ള ലഹരി മരുന്നുകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ വിദേശ പൗരൻ സ്ഥിരമായി ചെയ്യാറുള്ളത്. ഇയാൾ ബംഗളൂരു ആസ്ഥാനമാക്കി സ്ഥിരം ലഹരിമരുന്ന് വിൽപ്പനയും ഒപ്പം തന്നെ ഇത്തരത്തിൽ പല ഏജന്റുമാർക്ക് ഇത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും പോലീസ് സ്ഥിരമായി ഇത്തരത്തിൽ ഈ ലഹരിമരുന്ന് വേട്ടയുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെയും സമാന സംഭവത്തിൽ ബംഗളൂരിൽ നിന്നും ലഹരിമരുന്നുകൾ പിടികൂടിയിരുന്നു. നിലവിൽ എന്തായാലും 10 പേരാണ് പിടികൂടിയിരിക്കുന്നത്. അതിൽ 9 മലയാളികളുണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ് പ്രവിത. ശരി, 10 പേരെ പിടികൂടിയതിൽ 9 പേർ മലയാളികളാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്ത. ബംഗളൂരുവിലാണ് ഹൈടെക് കഞ്ചാവ് വിൽപ്പന അല്ലെങ്കിൽ ലഹരിമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് 10 പേർ പിടിയിലാകുന്നത്. കേരളത്തിലേക്ക് ഉൾപ്പെടെ കടത്താനായി ശ്രമിച്ചിരുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് ഉൾപ്പെടെയാണ് പിടികൂടിയത്. രാസലഹരിയാണ് പിടികൂടിയിരിക്കുന്നതിലേറെയും. ബംഗളൂരുവിൽ വൻ ലഹരിമരുന്ന് വേട്ടയാണ്. 3 നിന്നായാണ് 6.5 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടിയതെന്നാണ് മുഹമ്മദ് റഹീസ് നൽകുന്ന വിവരം.